ഞാൻ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കട്ടിലിൽ എൻ്റെ കാൽക്കൽ വന്നിരുന്ന് എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ആര് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനൊത്തവണ്ണം ചലിക്കുന്നു അവനെ പ്രയോജനപ്പെടുത്തുള്ളൂ. ഒരു അനോയിൻറ്റിങ് ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം ദൈവനിയോഗം ശക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ. ഞാനൊരു ദൈവമകനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ സ്വരം അറിയാതെ, അപ്പൻ്റെ ശബ്ദം കേൾക്കാതെ ഒരു മകന് ജീവിക്കാൻ പറ്റത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആസാരി ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ ആദരിക്കും. ഗോഡ് സെർവൻ്റ് എന്ന പ്രോഗ്രാമിൽ അനേക ദൈവദാസന്മാരെ ആദരിക്കുകയും അവരുടെ സാക്ഷ്യം അനേക ദൈവമക്കൾക്ക് അനുഗ്രഹവും ആശ്വാസവും ശക്തിയും ബലവും പകരുന്നതാകയാൽ ഈ സമയം ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ, ഇന്ത്യയിൽ കേരളത്തിൽ കൊല്ലം സ്വദേശിയായ അദ്ദേഹം ഈ ബഹ്റിനിൽ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളും കുടുംബമായി ഈ ദേശത്ത് അനേക ജീവിതങ്ങൾക്ക്, അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു. ഈ സമയം നമുക്ക് പാസ്റ്റർ ജോൺസനെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോൺസൺ പാസ്റ്റർ, യെസ് സർ. പാസ്റ്ററിൻ്റെ ചെറുപ്പകാലവും അതോടൊപ്പം പഠനവും ചുരുക്കമായി മാതാപിതാക്കളെക്കുറിച്ചും ഞങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ഓവർ ടു യു. തീർച്ചയായും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായിട്ട് ഈ ആസാരി ചാനലിനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. എന്നെ ഇപ്രകാരം ഇതിലേക്ക് ക്ഷണിക്കുകയും ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ എനിക്കൊരവസരം ഒരുക്കുകയും ചെയ്ത പ്രിയ കർത്തദാസിനോടും ഇതിൻ്റെ ചുമതലപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം പ്രിയ ബ്രദറിനെയും ഈ ഒരു ശുശ്രൂഷയിൽ എന്നോടൊപ്പം ആയിരിക്കാനും കാണുവാനും ഒക്കെ ദൈവം ഇടയാക്കിയല്ലോ. തീർച്ചയായിട്ടും അതൊരു ദൈവഹിതമാണ്. ഞാൻ പ്രിയ ബ്രദറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ ചെറിയൊരു സാക്ഷ്യമായിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ ചെറുപ്പകാലം ഞാനൊരു മർത്തോമ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ മർത്തോമ സമുദായത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. വളരെ ചിട്ടയായ പരിശീലനം, ചിട്ടയായ ആത്മീയ ജീവിതം ഒക്കെ തന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി. അതുകൊണ്ട് തന്നെ ഒരു മോശപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വളരെ കുഞ്ഞുനാൾ മുതൽ സൺഡേ സ്കൂള് കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു വന്നിരുന്നു. വീട്ടിലെ മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിർബന്ധമായിരുന്നു ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി. ഞാൻ ഏക മകനാണ്. എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നുമില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹവും പ്രതീക്ഷയും. അതെ. പക്ഷേ അവർക്ക് ആത്മീയമായിരിക്കുന്നൊരു കാര്യത്തിൽ വളരെയധികം പ്രയോറിറ്റി ഉണ്ടായിരുന്നു. ഞാനത് പറയാൻ കാര്യം, ഈ സൺഡേകളിലൊക്കെ ട്യൂഷൻ്റെ കാലം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അധികമായിട്ട് വരുന്നു തുടങ്ങുന്നൊരു സമയമാണ്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ സൺഡേ സ്കൂൾ ഒഴിവാക്കിക്കൊണ്ടൊരു ട്യൂഷനോ പഠനമോ അല്ലെങ്കിൽ ചർച്ച ഒഴിവാക്കിക്കൊണ്ട് ഒരു പഠനത്തിനോ ഒരിക്കലും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചിട്ടയായ ഒരു ആത്മീയ ജീവിതം എനിക്ക് മാതാപിതാക്കൾ എനിക്ക് തന്നിരുന്നു. മാതാപിതാക്കൾ ഏകമകനായതുകൊണ്ട് ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനിൽ, സ്പിരിച്വൽ ഡിസിപ്ലിൻ വളർത്തുവാൻ. അതുപോലെ തന്നെ പിതാവ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം സ്പിരിച്വലി മാത്രമല്ല, അല്ലാതെ തന്നെ നല്ല ഡിസിപ്ലിനും നല്ല ശിക്ഷണത്തോടും. അപ്പം ഔദ്യോഗിക ജീവിതം. അതെ. അപ്പോൾ അവിടെ ഒരു ചാത്തന്നൂർ, ഞാൻ കൊല്ലം സ്വദേശം ചാത്തന്നൂരാണ് എൻ്റെ സ്വദേശം. അവിടെ ഒരു സ്പിന്നിങ് മില്ലിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. സാധാരണപ്പെട്ടൊരു കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയി. ദൈവം
അച്ചടക്കത്തോടെ തന്നെ വളരുവാൻ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് എൻ്റെ ചെറുപ്പകാലം. തീർച്ചയായിട്ടും ഞാൻ ഈ സമയം മാർത്തോമാ സഭയും അല്ലെങ്കിൽ അവരുടെ സൺഡേ സ്കൂളും ഒക്കെ എന്നെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു. ആ ടൈമിൽ എന്നെ ഒത്തിരി സഹായിച്ചു. തീർച്ചയായിട്ടും ആ സഭയോടും നമ്മൾ നന്ദിയും കടപ്പാടും ആത്മീയ വളർച്ചയിൽ വളരെയധികം കൈത്താങ്ങിയ ഒരു സഭയാണ് തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന നമ്മളറിയുന്ന കാര്യങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണല്ലോ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായും. അപ്പം എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചാത്തന്നൂർ തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ ചെറുപ്പകാലം അതായത് നഴ്സറി പഠിക്കുന്ന സമയം എൻ്റെ പിതാവിന് ആലപ്പുഴയിലായിരുന്നു ജോലി. അങ്ങനെ ആ സമയം എൻ്റെ നഴ്സറി പഠനമെല്ലാം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഞങ്ങളുടെ ദേശമായിരിക്കുന്ന ചാത്തന്നൂരിൽ വരികയും അവിടെ എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുകയും എൻ്റെ ബാക്കിയുള്ള ഹൈസ്കൂൾ പഠനം വരെ എൻ്റെ സ്വദേശത്ത് തന്നെയായിരുന്നു, ചാത്തന്നൂരിനോട് ബന്ധപ്പെട്ടുള്ള സ്കൂളുകളിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ചാണ്. അതിനും ദൈവം ഒരു സഹോദരിക്ക് അന്നും പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് ഒക്കെ ചാത്തന്നൂർ എസ് എൻ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞ് ബികോം ഡിഗ്രി എടുത്ത് മുന്നോട്ട് പോയി. അപ്പം ഇതാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസം. ബികോം ബിരുദധാരിയാണ്. അത് കഴിഞ്ഞ് എനിക്ക് അക്കൗണ്ട്സ് ഞാൻ പഠിച്ചുവെങ്കിലും എനിക്ക് അക്കൗണ്ട്സ് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് IT ആയിട്ടുള്ള കമ്പ്യൂട്ടറായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമായതുകൊണ്ട് ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് പിന്നീട് മാറി IT ഡിപ്ലോമ എടുത്തു. ആ രീതിയിലാണ് എൻ്റെ പഠനം പിന്നീട് മുന്നോട്ട് പോയത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ശിക്ഷണം വളരെ കൃത്യമായിരുന്നു. എന്നാൽ 10ാം ക്ലാസ്സൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് 9, 10 ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നൊരു മാറ്റം എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ദൈവത്തെ കൂടുതൽ ചോദ്യങ്ങളായി, പല അന്വേഷണങ്ങളുടെ പുറകിലായി. അതെ. ദൈവമുണ്ടോ, ഇതൊക്കെ ചുമ്മാതാണ്. ഒരു ടൈമിൽ ഞാൻ ബൈബിള് കൈകൊണ്ട് എടുക്കാത്തൊരു രീതിയിലായി സമയമുണ്ടായിരുന്നു. വളരെ ചെറിയൊരു പീരീഡ്, അതൊക്കെ ആ ഒരു പ്രായത്തിൻ്റേതാണ്. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനൊരു മാറ്റം ഉണ്ടാകുന്ന സുഹൃത്തുക്കളുടെ സ്വാധീനമാണോ അതോ? സുഹൃത്തുക്കളുടെ സ്വാധീനം എന്ന് പറയാനായിട്ട് പറ്റില്ല. എനിക്ക് എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഒക്കെ ലോകപ്രകാരമുള്ളതും ആത്മീയപരമുള്ള ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അവരുടെ കൂടെ പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ ഏർപ്പെട്ടിരുന്നില്ല. ഞാൻ അവിടെ മാറി നിന്നു. പക്ഷെ ഞാൻ മാറി നിന്നു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്നെ മാറ്റി നിർത്തി ദൈവം എന്നെ. കാരണം അതൊക്കെ പിന്നീടാണ് നമ്മളത് മനസ്സിലാക്കുക. കാരണം ഈ യെരമ്യാ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ, യെരമ്യാ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, 20ാമത്തെ വയസ്സിലാണ് യെരമ്യാവിനെ വിളിക്കുന്നത്. അപ്പം യെരമ്യാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, എടാ ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുകാകുന്നുണ്ട്, കണ്ട ദൈവമാണ്. ഓക്കെ, അപ്പം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടാണ് യെരമ്യാ പറയുന്നത്, അയ്യോ ഞാൻ ബാലനാണ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ദൈവം പല കാര്യങ്ങൾ എന്നെക്കുറിച്ച് കണ്ടിരുന്നത് കൊണ്ട് പല അപകടങ്ങളിലും പല തലങ്ങളിലും ഒക്കെ മാറി നിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ സ്കൂൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കൂൾ രാഷ്ട്രീയമുണ്ട്. അപ്പം KSUവിൻ്റെ വലിയൊരു പ്രവർത്തകനായിരുന്നു. ഓക്കെ, അപ്പം ഈ 8, 9 ക്ലാസ്സുകളിലെല്ലാം KSUവിന് ജയിക്കുകയും മുന്നോട്ടൊക്കെ പോയി. 10ാം ക്ലാസ്സിൽ വന്നു. അപ്പം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ചെയർമാനാണ്, ആ ഒരു കാൻഡിഡേറ്റാണ്. അപ്പം SFI ABVP 2 ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിശക്തമായിട്ട് എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ വന്നു. എനിക്ക് ഉറപ്പാണ് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ അടി കിട്ടുമെന്ന് അറിയും. കാരണം അത്രമാത്രം മത്സരമായിരുന്നു. അവരുടെ ചെയർമാനുമായിട്ടായിരുന്നു എൻ്റെ മത്സരം. 8, 9 ക്ലാസ്സുകളിൽ ജയിച്ചു. ഞാൻ 10ലും ജയിക്കുമെന്ന് എല്ലാവർക്കും സുനിശ്ചിതമായിരുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയി, ആ ഇലക്ഷന് തോറ്റുപോയി. അപ്പോൾ ഇലക്ഷന് തോറ്റുപോയിട്ട് അപ്പം സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. കാരണം എന്നെ വെയിറ്റ് ചെയ്ത് ആൾക്കാരടിക്കാൻ അവിടെ നിൽപ്പുണ്ട്. ഞാനങ്ങനെ
NSS എന്നാണ് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ താഴെ കണ്ടമാണ്, വയലാണ്. അപ്പോൾ ആ കണ്ടത്തിൽ കൂടെ ഓടിയ ഓട്ടം എനിക്കിപ്പോഴും അറിയാം. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു നീ ഇലക്ഷൻ തോറ്റല്ലേ? ഓക്കെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ നീ തോക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാതാപിതാക്കളുടെ അറിവോടായിരുന്നു. മാതാപിതാക്കളുടെ അറിവോടുകൂടെയാണ്. പക്ഷേ അത്ര വലിയ തീക്ഷ്ണതയൊന്നും അവർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അവിടെയും ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഒരു കരുതൽ, ഒരു മാതാവും പ്രാർത്ഥിക്കുന്നോടുകൂടി വളർത്തുന്ന ഒരു പിതാവ്. അതെ, പ്രാർത്ഥിക്കുന്ന മാതാവെന്ന് ബ്രദർ പറയുമ്പം ശരിക്കും പ്രാർത്ഥിക്കുന്ന മാതാവ് തന്നെയാണ്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം, ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ചെയറിൽ ഈ വേദപുസ്തകവുമായിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവിൻ്റെ കണ്ണുനീര് തന്നെയാണ്, എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു സമയം ഉണ്ടായിരുന്നു ഈ ബൈബിളൊന്നും എടുക്കാത്തൊരു സമയം. ഞാൻ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കട്ടിലിൻ്റെ കാൽക്കൽ വന്നിരുന്ന് എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. തീർച്ചയായിട്ടും അന്ന് നമുക്കതൊക്കെ ഒരു തമാശയാണ്, അല്ലെങ്കിൽ അന്ന് നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. പക്ഷേ ആ കണ്ണുനീരിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഈ വചനവുമായി, അല്ലെങ്കിൽ ഇന്ന് ഒരു ദൈവിക ശുശ്രൂഷയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ആ മാതാവ്, എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെനിക്ക് വേണ്ടി ഡിസിപ്ലിനോടെ നടത്തിയതിൻ്റെയും ഒരു റിസൾട്ട് തന്നെ. പറയുന്നവർ എൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും എൻ്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും എന്നുള്ള വാഗ്ദത്തം ആ മാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായി. തീർച്ചയായും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് മാതാപിതാക്കളെ ലഭിച്ചു എന്നുള്ളതിൽ. തീർച്ചയായിട്ടും എൻ്റെ ബാല്യകാലവും എൻ്റെ കരിയർ കാലങ്ങളും ഈ നിമിഷം വരെയും എനിക്ക് ഏറ്റവും അനുഗ്രഹത്തോടെ പറയാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു കരിയർ. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത്, ആകുമ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പുണ്ട്, യൂത്ത്സിൻ്റെ ഇടയിൽ പ്രെയർ ഗ്രൂപ്പ്. ഒരു പക്ഷേ ബ്രദറിനും എന്നെ കേൾക്കുന്നവർക്കും അറിയാൻ പറ്റും, UESI എന്ന് പറയും, കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന EU. അപ്പം ആ പ്രെയർ ഗ്രൂപ്പാണ് എന്നെ ശരിക്കും, അതാണല്ലോ പിന്നെ ICPF-ലേക്കൊക്കെ. അല്ല, ICPF പെന്തക്കോസ്റ്റൽ അതാണ്, ഇത് ഇൻ്റർ ഡിനോമിനേഷണലാണ്, ഇത് EU ഇൻ്റർ ഡിനോമിനേഷനാണ്. ശരിക്കും ആ പ്രെയർ ഗ്രൂപ്പാണ് എൻ്റെ ലൈഫിനെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നത്. കർത്താവിങ്കിൽ ഞാൻ രക്ഷയിലേക്ക് വരുവാനും രക്ഷിക്കപ്പെടുവാനായിട്ടുമൊക്കെ എന്നെ കൊണ്ടുവന്ന കുറേ, അന്ന് അതിനുവേണ്ടി എടുത്ത കുറേ ഗ്രാജുവേറ്റ്സ് ഉണ്ടായിരുന്നു. ഇന്നും അവരെൻ്റെ ആത്മീയമായി എന്നെ ഉപദേശിക്കുകയും ഗൈഡ് ചെയ്യുന്നവരുമാണ്. അപ്പം ആ പ്രെയർ ഗ്രൂപ്പ് എന്നെ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പം അതിൽ കൂടിയാണ് ഞാൻ കർത്താവിൻ്റെ രക്ഷപിതാവായി സ്വീകരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ, പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി, പിന്നെ ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അവിടെ കർത്താവിൻ്റെ വേലാദേശത്ത് കോളേജ് പിള്ളേരുടെ ഇടയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ദൈവം വളരെ ശക്തമായിട്ട് കേരളത്തിൻ്റെ പല കോളേജുകളിലും പോയി കർത്താവിന് വേണ്ടി സാക്ഷിയായിട്ട് നിൽപ്പാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ യൗവന കാലത്തിലേക്ക് വരുമ്പോൾ അത് ദൈവം എന്നെ ആ ഒരു മേഖലയിൽ കൂടി എന്നെ നടത്തി. പിന്നെ എൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് ദൈവം എന്നെ ഉപയോഗിക്കാനായിട്ട് മറ്റൊരു ഘട്ടം, എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ ആ പഠനകാലത്ത് ഞങ്ങൾ ഈ ബാലജനസൊക്കെ ഉണ്ട്, മലയാള മനോരമ വളരെ പ്രശസ്തമാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതിൻ്റെ സെക്രട്ടറി ആയിട്ടും യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിട്ട്. അപ്പം നമുക്കൊരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളെ മോൾഡ് ചെയ്യുന്നൊരു ഘടകമായിരുന്നു. ഞാൻ ശരിക്കും ഇന്നൊരു പാസ്റ്ററൽ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഞാൻ ദൈവത്തോട് എപ്പോഴും നന്ദി പറയും. ദൈവം നീ എന്നെ എങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇന്ന് ഒരിടയ ശുശ്രൂഷയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. തീർച്ചയായിട്ടും ദൈവം എന്നെ കൊണ്ടുവന്ന് വെച്ചു. കാരണം നമുക്ക് ബ്രദറിനറിയാം, ഒരു പാസ്റ്റർ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ നമുക്ക് മുമ്പിൽ പല പ്രതിസന്ധികളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള ആൾക്കാരാണ്, തീരുമാനങ്ങൾ എടുക്കണം, പല വിഷയങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം,
പക്ഷേ ഈ സമയങ്ങളിലെല്ലാം ദൈവം ജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരു മോൾഡിങ് എൻ്റെ ചെറുപ്പം മുതലേ ദൈവം എനിക്ക് ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ മോശയെ ഒരുക്കിയതുപോലെ അതെ അതെ തീർച്ചയായും ദൈവം കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചു നടത്തി. അങ്ങനെയാണ് എൻ്റെ ഒരു കുഞ്ഞുനാൾ മുതൽ അല്ലെങ്കിൽ യൗവന പ്രായം വരെ ഉള്ളതായിരിക്കുന്ന എൻ്റെ ഒരു കാലയളവ് അതായിരുന്നു. പഠനത്തിൽ അത്ര വലിയ മികവൊന്നുമില്ലായിരുന്നു. ഒരു സാധാരണ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പഠനത്തിൻ്റെ മികവ് കൊണ്ടും അല്ല ഞാനിന്ന് ഇത്രയും എത്തപ്പെട്ടതും. ഓക്കെ, ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. എനിക്ക് തോന്നാതെ ഞാൻ അടുത്തൊരു സെഷനിലേക്ക് വരുമ്പോൾ ഞാനത് പറയാം തീർച്ചയായിട്ടും. അതിനുശേഷം ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ജോലി അതിനുശേഷം എൻ്റെ പഠനത്തിന് എല്ലാം കഴിഞ്ഞു. ജോലിക്ക് വേണ്ടി ഞാൻ കുറേ അലഞ്ഞു. ഓക്കെ, ഞാൻ എൻ്റെ ആൻറ്റിയുടെ ബോംബെയിൽ പോയി നിന്നു. എൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ ബാംഗ്ലൂർ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു സ്പിരിച്വൽ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ, ഞാൻ പറഞ്ഞില്ല യുവിലുള്ളൊരു ബ്രദറിൻ്റെ കെയർ ഓഫിൽ എനിക്ക് അവിടെ അടുത്തൊരു സ്കൂളിൽ പഠിപ്പിക്കുവാനായിട്ട്, എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ IT അധ്യാപകനായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചു. അതിനു മുമ്പ് എനിക്ക് അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഫീൽഡാണ് ഈ ഡിസൈനിങ്ങും ഗ്രാഫിക്സും ഒക്കെ. അപ്പം ഞാൻ ആ മേഖലയിലൊക്കെ കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സ്കൂളിൽ അധ്യാപകനായിട്ട് വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ, 8 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ 8 മാസത്തെ ടൈമും അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ആ കുഞ്ഞുങ്ങളുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു ടീച്ചിങ്ങിൽ എന്നെ ദൈവത്തിന് ബിൽഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നല്ലൊരു ഒരു റിലേഷൻഷിപ്സ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായിട്ട്. കാരണം ഇന്നും ഞാൻ അന്ന് പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഇന്നും അവരിന്നും കുടുംബമായിട്ടൊക്കെ പലയിടത്ത് കഴിയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരിന്നും എവിടെയെങ്കിലുമൊക്കെ കാണുമ്പം സാറേ അല്ലെങ്കിൽ എന്തുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എൻ്റെ ആ ഒരു 8 മാസം ടീച്ചിങ് എക്സ്പീരിയൻസ്. ആ ഒരു ടൈമിലാണ് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് മുഖാന്തരം ബഹറിലേക്ക് വരാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത്. അതേത് വർഷമാണ്? അത് 2004 സെപ്റ്റംബർ 25 ഞാൻ ബഹറിലേക്ക് വരുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. നമുക്ക് പപ്പയ്ക്ക് കിട്ടുന്നതായിരിക്കുന്ന ശമ്പളം മാത്രമാണ് ഭവനത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ളത്. പക്ഷേ മുന്നോട്ടുള്ള കാര്യങ്ങളെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനൊരു ജോലി അല്ലെങ്കിൽ ഉപജീവനം നമ്മളത് കണ്ടെത്തിയേ പറ്റും. അപ്പോൾ അതിന് ഞാൻ അവരെ സഹായിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം നല്ലൊരു ആത്മീയ അന്തരീക്ഷം എനിക്ക് അവിടെ ഉണ്ട്, നല്ല കൂട്ടായ്മയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നല്ല വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ബഹറിലേക്ക് വരുന്ന സമയത്ത്, അന്ന് ലാസ്റ്റ് വരുന്നതിൻ്റെ തലേന്ന് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് ഒരു മീറ്റിംഗ്, ഈ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു പ്രെയറൊക്കെ വീട്ടിൽ നടത്തുമല്ലോ. അപ്പോൾ ഈ ഞങ്ങളുടെ യൗവനക്കാരെല്ലാം കൂടി പ്രെയർ നടത്തി. അപ്പം ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, ബഹറിനെക്കുറിച്ച് അറിയത്തില്ല, ഇതെന്ത് രാജ്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യക്ക് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് നിൻ്റെ പദ്ധതിയാണെങ്കിൽ ഞാൻ ബഹറിനെ നേടും. അന്നത്തെ തീഷ്ണതയിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നിൻ്റെ പദ്ധതിയാണെങ്കിൽ ഞാൻ ബഹറിനെ നേടും. അങ്ങനെ ഞാൻ ബഹറിനെ വന്നു. അപ്പോൾ ഇതകത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ബഹറിനെ വന്ന്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫ്ലൈറ്റ് ഇറങ്ങി ഞാൻ കാലെടുത്ത് ബഹറിൻ്റെ മണ്ണിൽ കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ദേശത്തെ ഞാൻ നേടുന്നു. ഓക്കെ, എനിക്കറിയത്തില്ല. ഓക്കെ, പക്ഷെ ഞാനത് പറഞ്ഞു, മുന്നോട്ട് അങ്ങനെ പോയി. ബഹറിനെ വന്നു. 3 മാസം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. മീൻസ് താമസിക്കാൻ എൻ്റെ കസിൻ്റെ കൂടെ തന്നെ അവരെന്നെ ഒത്തിരി കെയർ ചെയ്തു. ഒത്തിരി ഒരു സഹോദരനെ പോലെ എന്നെ കെയർ ചെയ്തു, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു, എന്നെ പല കാര്യങ്ങളിലും എന്നെ സഹായിച്ചു.
ഞാൻ അവരോടും ശരിക്കും കടപ്പെട്ടിരിക്കുന്ന നന്ദിയുണ്ട്. ഇവിടെ വന്ന് എനിക്കിപ്പോൾ ഒരു പ്രശ്നം പറ്റിയത്, ഞാൻ ഫ്രീ വിസയിലാണ് വന്നത്. ജോലി നമ്മൾ കണ്ടെത്തണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്ന ആൾക്കാർ ഞങ്ങളെ പറ്റിച്ച് പൈസ മേടിച്ചിട്ട് ഇവർ വിസ എന്താ CPR അടിക്കാനോ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ അതായത് ഞാൻ സെപ്റ്റംബറിൽ വരുന്നു. ഡിസംബർ മാസം 24-ാം തീയതി ക്രിസ്മസിൻ്റെ തലേന്ന് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. എനിക്ക് ഫോൺ കോൾ വരുന്നത് ഒരു അറബിയാണ് വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ നിൻ്റെ സ്പോൺസറാണ്. നമുക്ക് സ്പോൺസർ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയൊന്നും അറിയത്തില്ല, നമ്മൾ വന്നതല്ലേ ഉള്ളൂ. അപ്പം ഓക്കെ, നീ ഇത്ര മണിക്കൂറിനുള്ളിൽ ഇന്നടുത്ത് വരണം. അപ്പം ഞാൻ ഉടനെ എന്നെ കൊണ്ടുവന്ന കസിനോട് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു. ഓക്കെ, അപ്പം അറബി എന്നോട് പറഞ്ഞു, ഓക്കെ വിത്തിൻ 1 day നീ എനിക്ക്, അതായത് ഇവരുടെ 24 hours എൻ്റെ കയ്യിൽ നിന്ന് ഇവർ പൈസ മേടിച്ചിട്ട് അറബിക്ക് കൊടുത്തിട്ടില്ല. വിത്തിൻ 24 hours നീ എന്ത് ചെയ്യണം, കയറി പോകണം, ഞാൻ ടിക്കറ്റ് എടുത്ത് തരുമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഷോക്കാണ്. കാരണം ഇത്രയും പൈസ ഉണ്ടാക്കിയത് വീട്ടിലുണ്ടായിട്ടല്ല, നമ്മൾ കടം മേടിച്ചിട്ടാണ് വന്നത്. തിരിച്ച് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. ഞാൻ അന്ന് ബാച്ചിലേഴ്സ് ആയിരിക്കുന്ന കുറച്ച് പേരുള്ള അടുത്ത് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ ഒരു 4 പേര് ഉണ്ട്. ഈ 2 കട്ടിലുണ്ടല്ലോ, താഴെ മേളിലും കിടക്കാൻ പറ്റുന്ന കട്ടിൽ. അപ്പം അതിൽ താഴെയാണ് ഞാൻ കിടക്കുന്നത്. അതിൻ്റെ മേളിൽ എൻ്റെ വേറൊരു കസിനുണ്ട്, പുള്ളിയാണ് കിടക്കുന്നത്. അപ്പുറത്ത് 2 പേരുണ്ട്. ഞാൻ രാത്രി മുട്ടുമേ ഇരുന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കണ്ണുനീരോട് ദൈവത്തോട്, കർത്താവേ നിൻ്റെ പദ്ധതിയാണ് എന്നെ ദേശത്ത് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ നീ എന്നെ നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു 25-ാം തീയതി രാവിലെ ഈ അറബി എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഓഫീസിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കസിനുമായിട്ട് പോയി. ഓഫീസിലോട്ട് വന്നിട്ട് പറഞ്ഞു, എന്താ കാര്യം പറഞ്ഞു. ഇന്ന കാര്യങ്ങളാണ്. ഈ മലയാളികളെയും ഈ ഇടനിലക്കാരനായിട്ട് നിന്ന് അവരെയും വിളിപ്പിച്ചു. ഓക്കെ, വിളിപ്പിച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നീ പൊയ്ക്കോ, നീ പേടിക്കേണ്ട, നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഓക്കെ, എനിക്കറിയാം ഇവരുടെ നിന്ന് എങ്ങനെ പൈസ മേടിക്കാൻ അറിയാമെന്ന്. അന്ന് ആ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് 2024 ഈ മാസം മാർച്ച് മാസം ഈ 10-ാം തീയതി ഇവിടെ ഇരിക്കാൻ ഇടയായത്. ആ ദൈവത്തിൻ്റെ ഭയങ്കരമായൊരു അത്ഭുതമാണ്, ഡിവൈൻ ഫേവറാണ്, ദൈവത്തിൻ്റെ വലിയൊരു ഫേവറാണ്. കാരണം പിറ്റേന്ന് പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മുന്നോട്ട് നിന്നു. ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ജോലിയൊന്നും പലയിടത്തും കിട്ടുന്ന എന്നെ പലരും സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇവിടെ കുറേ സ്പിരിച്വലായിട്ടുള്ള കോണ്ടാക്ട്സും ഒക്കെ ഉണ്ട്. ഈ ടൈമിലാണ് ഞാൻ മർത്തോമ സഭയായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ തേഴ്സ്ഡേ പ്രയറിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കുറച്ച് സ്പിരിച്വൽ കോണ്ടാക്ട്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഞാനിവിടെ പ്രയർ മീറ്റിങ്ങുകളിലൊക്കെ മെസ്സേജ് കൊടുക്കാനും ഒക്കെ പോകുവാൻ. എനിവേ അങ്ങനെ മുന്നോട്ട് പോയി. ദൈവം ഈ ദേശത്ത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജോലിക്ക് കയറുന്നത് 80 വീടിക്കാണ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ 80 വീടിക്കാണ് ശമ്പളത്തിന് കയറുന്നത്. അതെത്ര കാലം ജോലിയില്ലാതെ നിന്നു? എനിക്ക് തോന്നുന്നത് ഈ ഡിസംബർ ലാസ്റ്റ് എൻ്റെ ഒരു കസിൻ മുഖാന്തരം കയറുകയാണ്. 4 മാസത്തെ ഗ്യാപ്പ്. 4 മാസത്തെ ഗ്യാപ്പ്. അപ്പം 80 വീടിക്ക് ശമ്പളത്തിന് കയറി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് 120 ആക്കി. ഓക്കെ, അക്കൗണ്ട്സിലേക്ക് ചെറിയൊരു കമ്പനിയാണ്. ഓക്കെ, അവിടെ നിന്നു. അപ്പം ആ സമയങ്ങളിൽ ഞാൻ നമ്മുടെ PG അങ്കിളുടെ മെസ്സേജ് എനിക്കിഷ്ടമാണ്. കാരണം 1999 ഞങ്ങൾ രക്ഷയിലേക്ക് വരുന്ന സമയം, ഞങ്ങളുടെ ഈ ചെറുപ്പക്കാരെല്ലാം അവിടെ കൂടുന്ന സമയത്ത് PG അങ്കിളുടെ ഒരു മീറ്റിംഗ് ചാത്തന്നൂർ വെച്ച് നടന്ന സമയം PG അങ്കിൾ ഞങ്ങൾക്ക് ഞങ്ങളെ ആത്മീയമായിട്ട് ഇങ്ങനെ നിർത്തുന്നതിൻ്റെ പിന്നെ മറ്റൊരു രഹസ്യമുണ്ട്. ഞാനത് വിട്ടുപോയി. ഞങ്ങൾക്ക് നൈറ്റ് വിജിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മുഴുവൻ രാത്രി തുടങ്ങുന്നതേ അറിയത്തോളം, തീരുന്നതിന് ടൈമൊന്നുമില്ല. അത് ചിലപ്പോൾ 3 മണിയാവും 4 മണിയാവും, തീരുന്നതിന് ടൈമൊന്നുമില്ല.
ആ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശക്തമായ തീയാണ്. ചെറുപ്പക്കാർ മാത്രം, കുടുംബങ്ങൾ ഒന്നുമില്ലല്ലോ. എല്ലാം ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറുപ്പക്കാരും പിന്നെ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് ഗ്രാജുവേറ്റ്സും ഉണ്ട്. ഈ നൈറ്റ് വിജിലുകളാണ് ഞങ്ങളെ മോൾഡ് ചെയ്ത് വളരെ ശക്തമായി തീയാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇതെന്ന്. ആ തീയാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പം അന്നൊരു നൈറ്റ് വിജിലിന് PG അങ്കിൾ വന്നു, അപ്രതീക്ഷിതമായിട്ട് വന്ന്. അതായത് PG അങ്കിൾ താമസിക്കുന്ന ഭവനം തൊട്ടടുത്തോട്ട് ചേർന്ന് ഞങ്ങൾ നൈറ്റ് വിജിൽ വെച്ചു. അപ്പോൾ PG അങ്കിൾ വന്നിട്ട് ഞങ്ങളൊരു 10 ചെറുപ്പക്കാരോടൊപ്പം ഉണ്ട്. അന്ന് PG അങ്കിൾ വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. എൻ്റെ തലയിൽ ആദ്യമായിട്ട് കൈവച്ച് ബ്ലെസ് ചെയ്യുന്നത് PG അങ്കിളാണ്. ഓക്കെ. അപ്പോൾ PG അങ്കിൾ അന്ന് എന്നോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, നീ ഒരു ശുശ്രൂഷകനായിട്ട് മാറും, നിനക്കൊരു ഇടയ ശുശ്രൂഷയുണ്ട്. ഓർക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടു 15 വയസ്സ് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയം. നീ സ്റ്റേജുകളിൽ നിന്ന് ശുശ്രൂഷിക്കും, നീ തീ പോലെ ശോഭിക്കും, നിൻ്റെ കൈകളാൽ രോഗികൾ സൗഖ്യമാകും. അന്ന് PG അങ്കിൾ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ചെറുപ്പക്കാരുണ്ട്. എത്ര ചെറുപ്പക്കാരുണ്ട്? PG അങ്കിൾ ബ്ലെസ് ചെയ്ത് എന്താണോ ആ സ്റ്റേജസിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളത് ദൈവത്തിൻ്റെ തീർച്ചയായിട്ടും ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മുടെ ചർച്ചിൻ്റെ ഒരു ഇനാഗുറേഷനോട് ബന്ധപ്പെട്ട് PG അങ്കിളായിരുന്നു ഓൺലൈനിൽ ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു PG അങ്കിൾ പറഞ്ഞത് PG അങ്കിളെ കാണത്തക്ക വണ്ണം ആ ശുശ്രൂഷയിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്നുള്ളത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമായിരുന്നു. ഞാനത് PG അങ്കിളിനോട് ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പം PG അങ്കിളിൻ്റെ മെസ്സേജുകൾ ഞാനെപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നൊരു മെസ്സേജാണ്. അദ്ദേഹം ഒരു വിശ്വാസവീരനായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്നൊരു ശക്തനായ മാതൃകയാക്കാൻ പറ്റുന്നൊരു ഒരു ആത്മീയ പിതാവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സ്റ്റേഷൻ വിട്ടുപോയ ട്രെയിൻ പ്രാർത്ഥിച്ച് മടക്കി വരുത്തി ഒരു വിശ്വാസവീരനാണ്. ഒത്തിരി അനുഭവങ്ങളുണ്ട്, പുള്ളിയുടെയൊക്കെ ഒത്തിരി അനേക സാക്ഷ്യങ്ങളാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ അതെ സഹായമാകും. അതെ. അപ്പം എൻ്റെ ഈ ആത്മീയ വളർച്ചയ്ക്ക് PG അങ്കിളിൻ്റെ മെസ്സേജുകളൊക്കെ എന്നെ ഒത്തിരി ശക്തീകരിച്ചിട്ടുണ്ട്. അപ്പം PG അങ്കിളിൻ്റെ ഒരു ഇതാണ്, നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് നിങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. അതെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ 120 ദിനാറ് ശമ്പളം മേടിക്കുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചത്, ദൈവം എനിക്കൊരു 300 ബീഡി ശമ്പളം. കാരണം 120 കിട്ടുന്നവന് 300 ഭയങ്കരമാണ്, അല്ലേ? ഓക്കെ. ഇതിൻ്റെ പിന്നിൽ ഞാൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഈ വീടുകളിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകും, മീറ്റിങ്ങൊക്കെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഓരോ ഫാമിലി ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കാത്താവേ, എനിക്കിങ്ങനെ ഈ ബഹറിന് കഴിയാൻ പറ്റുമോ? എനിക്കിതേപോലെ കുടുംബമായിട്ടൊക്കെ കഴിയാൻ പറ്റും. കാരണം 80 ദിനാറ് കിട്ടാൻ അല്ലെങ്കിൽ 120 കിട്ടുന്നതിന് അതൊക്കെ ഒരു സ്വപ്നമാണ്, അല്ലേ? അപ്പം ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു 300 ബീഡി ഉണ്ടെങ്കിൽ തരികയാണെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞു. അതറിയാം, വിത്തിൻ 2 മന്ത്സ് ദൈവം എനിക്ക് എൻ്റെ കസിൻ മുഖാന്തരം സയാനി ഒരു ഓപ്പൺ തന്നു, മുഹമ്മദ് സയാനി ഓപ്പൺ തന്നു. ഞാനവിടെ അക്കൗണ്ടൻ്റായിട്ട് മാറുകയാണ്. ശരിക്കും അത് എൻ്റെ കരിയറിനെ മാറ്റി, ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ഞാനവിടെ അക്കൗണ്ടൻ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് IT ഡിപ്ലോമയൊക്കെ എടുത്തുകൊണ്ട് എനിക്ക് IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ IT-യിലെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നോക്കാൻ ഇൻഹോം ആരുമില്ല. പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അവരെന്നെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ IT അഡ്മിനാക്കി മാറ്റി. അക്കൗണ്ട്സിൽ നിന്ന് മാറി ഇപ്പോൾ IT അഡ്മിനിലോട്ട്. ഓർക്കണം, എനിക്ക് IT ഒരു സർട്ടിഫിക്കറ്റും ഇല്ല, പക്ഷേ ഒരു IT അഡ്മിനിലേക്ക് ദൈവം എന്നെ അവിടെ ഷിഫ്റ്റ് ചെയ്തു, പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ അവിടെ IT അഡ്മിനായിട്ട് വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അൽമോയിദുകാർ വന്നു. ഓക്കെ. അപ്പം അവർ ഒരു സുപ്രഭാതത്തിൽ 2008 എനിക്കൊരു അപ്രതീക്ഷിതമായ കോള്, ഞാൻ ബയോഡേറ്റ കൊടുത്തിട്ടൊന്നുമില്ല, അപ്രതീക്ഷിതമായൊരു കോൾ വരുന്നു. നിനക്ക് ഇത്ര ദിനാറ് ശമ്പളം ഓഫർ ചെയ്യുന്നു, താല്പര്യമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹൈക്കാണ്, നല്ലൊരു ചേഞ്ചാണ്.
കരിയർ മാറുകയാണ്. അങ്ങനെ ഞാൻ 2008 അൽമോയിദിലേക്ക് മാറുന്നത്. അത് IT എഞ്ചിനീയറായിട്ട് മാറുക. ഒരു BComകാരനാണ്. 2008 തൊട്ട് ദൈവകൃപയാൽ വിശ്വസ്തയോടെ ഞാൻ ആ കമ്പനിയോട് വർക്ക് ചെയ്യുന്നു. ഞാൻ എന്താ പറയാൻ കാര്യം, ഇന്ന് ഞങ്ങളുടെ കമ്പനിയിൽ ഭൂരിഭാഗം ആൾക്കാരും ഒന്നീ BTech അല്ലെങ്കിൽ M.Tech കഴിഞ്ഞവരാണ്. പക്ഷെ അവിടെ ഞാൻ മാത്രമേ ഉള്ളൊരു BComകാരൻ എഞ്ചിനീയർ, IT എഞ്ചിനീയർ. ദൈവത്തിനൊരു വ്യക്തിയെ മാനിക്കണം, അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പശ്ചാത്തലങ്ങളെ കടന്ന്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഞാൻ പഠനത്തിൽ അത്ര മികവുള്ളവനല്ല. ഇന്ന് ഞാൻ എന്തായിരുന്നോ ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. ദൈവം നിർത്തിയതാണ്. ദൈവം അത് വളരെ ഭംഗിയായിട്ട് ഇന്നും കരിയറിനെ ദൈവം കൊണ്ടുവന്നു. പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്തൊക്കെ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ജോലി പോകുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. പക്ഷേ ദൈവം നിർത്തി. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് എന്ന് വരെ എന്നെ ഇവിടെ ആവശ്യമുണ്ടോ ദൈവം എനിക്ക് പ്രൊവിഷൻ തരും. അതിനൊരു ദിവസം മുമ്പോ അതിന് മുമ്പോ അല്ല, ദൈവത്തിൻ്റെ ഡിവൈൻ അപ്പോയിൻറ്റഡ് ടൈമിൽ കർത്താവ് നിർത്തിയിരിക്കും. അതല്ല, ദൈവത്തിന് മറ്റൊരിടത്താണെങ്കിൽ ദൈവം കൃത്യമായി എന്നെ പ്ലാൻ ചെയ്തിട്ടേ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു കരിയർ. 2007 ഞാൻ വിവാഹിതനാകുന്നു. വൈഫിൻ്റെ പേര് ലിജി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ലിജി ഇവിടെ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ പ്രെയർ ഗ്രൂപ്പിൽ വരുന്ന ഒരു ആൻറ്റി മോഹൻ, അന്ന് ഞങ്ങൾക്ക് ട്യൂസ്ഡേ പ്രെയർ ഉണ്ട്. ഈ മർത്തമ നിൽക്കുന്ന സമയത്ത് തന്നെ ട്യൂസ്ഡേ പ്രെയർ ഉണ്ട്. വീട്ടിലൊരു പ്രെയർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ അങ്ങനെ ലിജിയുടെ അങ്കിളും ആൻറ്റിയും ഇവിടെ ഉണ്ട്. അവർ വഴിയാണ് ആലോചന വരുന്നത്. അപ്പം അങ്ങനെ ലിജിയെ ഇവിടെ കാണുന്നു, പരിചയപ്പെടുന്നു. 2007 ജൂൺ മാസം കല്യാണം കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചിവിടെ വരുന്നു. അതിനുശേഷം ലിജിയുടെ ജീവിതത്തിലും അവർ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് ദൈവം എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എല്ലാം ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സിസ്റ്ററിനോട് ദൈവം സംസാരിച്ചിരുന്നു. അതെ, അല്ല, ഞാനും പറഞ്ഞിരുന്നു ഇതാണ് എൻ്റെ ശുശ്രൂഷ, ഇതാണ്. കാരണം നാളെ ഒരു ക്ലാഷ് ഉണ്ടാവല്ലോ. അപ്പം ശുശ്രൂഷ ഇതാണ്. അപ്പം തീർച്ചയായിട്ടും ആ രീതിയിൽ എൻ്റെ കൂടെ ശുശ്രൂഷയിലായിരിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നും ആ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് ഭയങ്കര നല്ല കൈത്താങ്ങലാണ്. പുറമേ കാണത്തക്കവണ്ണം ഇല്ലെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ദൈവം ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലിയാണല്ലോ. അതെ. അത് ഞാൻ ലിജി ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പൊതുവെ വലിയ ശുശ്രൂഷ ജനം കാണുന്നതിലും, പക്ഷേ എന്നെ ഈ ഇത്രയും ഫ്രീ ആക്കി വിടുന്നത് ലിജിയുടെ ഒരു ബാക്ക് സപ്പോർട്ടാണ്. ലിജിയുടെ ഒരു ബാക്ക് സപ്പോർട്ടാണ്. വളർച്ചയിൽ മാതാവിൻ്റെ പ്രാർത്ഥന പോലെ കുടുംബജീവിതത്തിൽ ഭാര്യയുടെ പ്രാർത്ഥന. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളും ശുശ്രൂഷയെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു. ദൈവകൃപയാൽ അവരുടെ വിദ്യാഭ്യാസം അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പേരുകൾ, മൂത്ത മോളുടെ പേര് ക്രിസ്റ്റീന. അവൾ 9th, ഇനിയിപ്പം 10th മാറും. മോന് ക്രിസ്റ്റഫർ, അവന് ഇനി 2nd സ്റ്റാൻഡേർഡിലോട്ട് ജോയിൻ ചെയ്യും. അപ്പം ഇതാണ് ലിജിയുടെ ജീവിതത്തിലൊരു ടെസ്റ്റിമണി. ഞാനതിപ്പോൾ പറഞ്ഞു, അതൊരു കേൾക്കുന്നവർക്കൊരു വിശ്വാസമാണ്. അപ്പം ലിജി അമേരിക്കൻ മിഷനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഈ എല്ലാവർക്കും ആഗ്രഹമാണല്ലോ സൽമാനിയയിൽ വർക്ക് ചെയ്യണോ എന്നുള്ളൊരു കാര്യം, മിനിസ്ട്രിയിലോട്ട് കയറണം. അപ്പം അന്ന് ആൾക്കാർ എടുക്കുന്ന ടൈമൊന്നുമല്ല, ഇടയ്ക്കൊക്കെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പം ആ ടൈമിൽ ഒരു ദിവസം ലിജി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ചെന്നു, HR ഓഫീസിൽ ചെന്നു. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നിൻ്റെ ബയോഡേറ്റ ഉണ്ടോ? അപ്പം പറഞ്ഞു ബയോഡേറ്റ കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അവർ പരിഹാസത്തോടെ പറഞ്ഞു, ഓക്കെ, ഒരു റൂം കാണിച്ചിട്ട് പറഞ്ഞു പോയി നിൻ്റെ ബയോഡേറ്റ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ലിജി ആ റൂമിൽ ചെന്നപ്പം വലിയൊരു പേപ്പർ കൂന, എല്ലാവരുടെ ബയോഡേറ്റ ഉള്ളൊരു പേപ്പർ കൂന. അപ്പം അവർ കളിയാക്കിയാണ് ഒരു പക്ഷേ അങ്ങോട്ട് വിട്ടത്, നീ പോയി തപ്പിയെടുക്കാതെ ഇത് വേണമെങ്കിൽ. ഓക്കെ, അതൊരു ലിജി പോയി എടുത്തത്, അതായത് 1000-10,000 ഇരിക്കുന്ന പേപ്പർ കെട്ടിൻ്റെ അകത്തുനിന്ന് ലിജി പോയി എടുത്തത് ലിജിയുടെ ബയോഡേറ്റ. ഒരു വലിയ അത്ഭുതമാണല്ലോ.
അത് ദൈവത്തിൻ്റെ കരമല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ലിജിയുടെ കരിയറിനെയും ദൈവമാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് എന്തെങ്കിലും നന്മ ദേശത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന പ്രൊവിഷനാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി, കുടുംബമായിട്ട് പോയി. 2007 ഞാൻ ജെ മിനിസ്ട്രി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ജോസ് പാസ്റ്ററും മെജി പാസ്റ്ററും വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകരേക്കാൾ അപ്പുറമായിട്ട് നല്ലൊരു ആത്മീയമായ റിലേഷൻ അവരുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2007 തൊട്ട് അവിടെ ജോയിൻ ചെയ്തു. 2011 ഞാൻ അവിടെ പാസ്റ്ററായിട്ട് ഓർഡിനേറ്റ് ചെയ്യപ്പെടുന്നു, മലയാളം കോൺഗ്രിഗേഷൻ്റെ പാസ്റ്ററായിട്ട് അവിടെ മുന്നോട്ട് പോകുന്നു. ഈ 2023 ഡിസംബറിലാണ് പെട്ടെന്ന് പിന്നെ ജോസ് പാസ്റ്റർ നാട്ടിൽ പോകേണ്ടി വന്നൊരു സാഹചര്യവും ചില സാങ്കേതികമായിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് മലയാളം കോൺഗ്രിഗേഷൻ അവിടുന്ന് മൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മളിപ്പോൾ റെഹബോത്ത് റിവൈവൽ ചർച്ച് ക്രൈസ്റ്റ് അംബാസഡേഴ്സ് മിനിസ്ട്രീസ് എന്നും പറഞ്ഞ് കാൾട്ടൺ ഹോട്ടലിൽ നമ്മളിപ്പോൾ ആരാധന പോകുന്നു. ഏകദേശം 75-80ഓളം ആൾക്കാർ കൂടി വരുന്നുണ്ട്. 75-80ഓളം കൂടി വരുന്നുണ്ട്. പാസ്റ്റർ വിശ്വാസ സ്നാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത് അതെ 95 രക്ഷിക്കപ്പെട്ടു. 97 ഞാൻ അന്യഭാഷാ കൃപാവരം പ്രാപിച്ചു. അന്യഭാഷാ കൃപാവരം പ്രാപിച്ചു. അത് കഴിഞ്ഞ് 99 ഡിസംബർ 31 ഞാൻ സ്നാനപ്പെടുന്നത്. 99 ഡിസംബർ 31 കൊല്ലത്ത് ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചേർന്ന് ഡിസംബർ 31 ഞാൻ 2000 പ്രവേശിക്കുന്നത്. അതെ തികഞ്ഞ ദൈവവേദനയായി. അതെ തീർച്ചയായിട്ടും. അതിൻ്റെ അകത്തൊരു രസമുള്ള വീട്ടിൽ അറിയാതാണല്ലോ പോകുന്നത്, അന്ന് വീട്ടിലറിയത്തില്ല. അവരിപ്പോഴും ആ പശ്ചാത്തലത്തിൽ അവരിപ്പോഴും മർത്തോമ തന്നെയാണ്. അപ്പം രാവിലെ കോളേജിൽ പോയപ്പം ഒരു ജോഡി ഡ്രസ്സും കൂടെ എടുത്തുകൊണ്ട് പോയി. തിരിച്ചു വന്ന് വീട്ടിലോട്ട് വന്ന് കയറിയപ്പം മമ്മി ചോദിച്ചു, നീ സ്നാനപ്പെട്ടോന്ന് ചോദിച്ചു. എങ്ങനെ അതറിയത്തില്ല. ഞാൻ പറഞ്ഞു സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. സ്നാനപ്പെട്ടെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരും സ്നാനപ്പെട്ടിട്ട് സഭയിൽ നിൽക്കുകയാണോ അതോ? ഇല്ല. ഓക്കെ. അപ്പം ഈ കാര്യം പിന്നീട് പപ്പയ്ക്ക് അറിയത്തില്ല. ഇതിങ്ങനെ പോയി. അമ്മയ്ക്കറിയാം. എനിക്ക് ആത്മീയമായ നല്ല കൂട്ടായ്മയും കാര്യങ്ങളും. ഞാൻ മർത്തോമ സഭയിൽ നല്ല ആക്റ്റീവായിരുന്നു. മർത്തോമ സഭയിൽ ഞാൻ ഇവിടെ വരുന്നിടം വരെ 2004 വരെയും യുവജന സുഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുണ്ട്, ആത്മാനായിട്ട് ശുശ്രൂഷകനായിട്ടുണ്ട്. അതെല്ലാം ദൈവം നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മേജർ ഷിഫ്റ്റ് സഭയിൽ നിന്ന് 2007 ആണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. 2007 സഭയിൽ നിന്ന് എതിർപ്പുകളോ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ചർച്ചിൽ നമ്മൾ ആക്റ്റീവായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ആയിരുന്നു, ഇവിടെ മർത്തോമ ചർച്ചുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആണ് ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ നാട്ടിൽ അതിൻ്റേതായ ഒരു പ്രയാസം ഉണ്ടായിരുന്നു, വീട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ എടുത്തൊരു സ്റ്റാൻഡിൽ നിന്നൊരിക്കലും നമ്മൾ പിന്നോട്ട് മാറാനായിട്ട് നമ്മളൊരിക്കലും ആഗ്രഹിച്ചു. കാരണം ദൈവത്തിനെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ദൈവീയ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കലപ്പയെ പിടിച്ച് എഴുതുകയും മറ്റേ കൈ കൊണ്ട് കണ്ണുനീരൊപ്പുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ഇടയൻ. തീർച്ചയായിട്ടും. ദൈവീയ ദിവസങ്ങളിൽ ആ ഒരു ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ശക്തമായിട്ട് നിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ ഞങ്ങളിങ്ങനെ ഈ ഒരു ഷിഫ്റ്റ് ഇപ്പം വന്ന സമയത്ത് എൻ്റെ മുമ്പിൽ വലിയ ചോദ്യങ്ങളായിരുന്നു, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ആ ഒരു സാഹചര്യം വന്നു. പക്ഷെ ദൈവം എന്നെ ഹെൽപ്പ് ചെയ്തു. അതിലുപരി ചർച്ചിൽ നല്ല കൂടെ നിൽക്കുന്ന ശക്തരായ എൽഡേഴ്സുണ്ട്, വിശ്വാസികൾ എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ എന്തിനും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വളർച്ചയുടെ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് വിശ്വാസികൾ തന്നെയാണ്. തിയോളജി സംബന്ധമായി പഠനങ്ങൾ നടത്തുകയും ഞാൻ BTH ചെയ്തു. ഇപ്പം MTHന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ അപ്രകാരമുള്ള പഠനങ്ങൾ
എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? അതാണോ ശുശ്രൂഷയുടെ സ്ഥാനം? അല്ല, ഞാൻ ഒരിക്കലും ആ പഠനവും ശുശ്രൂഷയും നമ്മെ ബന്ധിപ്പിച്ചിട്ടില്ല. എന്നെ പഠനം എവിടെയാണ് സഹായിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാൻ പഠനം ഒരു പരിധിവരെ കാരണം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മളൊരു തെറ്റ് പഠിപ്പിക്കാതെ കാര്യങ്ങളെ വ്യക്തതയോടും കൃത്യതയോടും പഠിപ്പിക്കാൻ, ദൈവവചനത്തിനനുസരണമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ പഠനം നമ്മളെ സഹായിക്കും. പക്ഷെ ശുശ്രൂഷയിൽ ഞാൻ എപ്പോഴും ആത്മനിയന്ത്രണത്തിന് വിധേയപ്പെട്ട് ശുശ്രൂഷിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഞാൻ എപ്പോഴും വിശ്വസിക്കുകയും സഭയിൽ പറയുകയും ആര് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിനൊത്തവണ്ണം ചലിക്കുന്നു അവനെ പ്രയോജനപ്പെടുത്തുള്ളൂ. കാറ്റ് ഇഷ്ടമുള്ളവിടെ തൂതുന്നു. അതെ, കാറ്റ് ഇഷ്ടമുള്ള വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്ന് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ അങ്ങനെയാകുന്നു. അതെ, കർത്താവ് തന്നെ പറയും. അതെ, ഞാൻ എൻ്റെ വ്യക്തിപരമായിരിക്കും വിശ്വാസ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ആണ് ഏറ്റവും പ്രധാനം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ആണ് ഏറ്റവും പ്രധാനം. ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ്. ഈവൻ ഓരോ ഫ്രൈഡേയിലെ മീറ്റിംഗ് പോലും എനിക്ക് പ്രസംഗത്തിന് പ്രത്യേകിച്ച് നോട്ട്സ് ഒന്നുമില്ല. ദൈവം വാക്യങ്ങളാണ് തരുന്നത്. നോട്ട്സായിട്ട് ഞാൻ തയ്യാറാക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മാത്രം, ബാക്കി എൻ്റെ നോട്ട്സ് മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് കയറിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തിന് ശക്തമായിട്ട് തരും, ആവശ്യമായിട്ട് തരും. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം അവിടെ പ്രവർത്തിച്ചോളും. ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതം പ്രഭാതത്തിലും രാത്രികളിലും ഒക്കെ ഉണ്ടോ? എൻ്റെ ആത്മീയ ജീവിതത്തിൽ തുടക്കം ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു വന്ന സമയം എന്നെ ആദ്യം പഠിപ്പിച്ചൊരു കാര്യം ക്വയറ്റ് ടൈമാണ്. ക്വാളിറ്റി ടൈം. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു കാലം തൊട്ട് തന്നെ ഞാൻ അത് ശീലിച്ചിരുന്നു. എന്നും രാവിലെ വേദപുസ്തകം വായിക്കുക, ദൈവവചനത്തോട് തുടങ്ങുക. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ എനിക്കിന്ന് അല്ലെങ്കിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കൊരു ദൈവാലോചന അന്വേഷിച്ചു അങ്ങനെ നമുക്ക് ദൈവത്തോട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ദൈവശബ്ദം കേൾക്കാൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിട്ട അല്ലെങ്കിൽ ഈ ഒരു കാര്യം. അപ്പം ഞാൻ ഈ കോളേജ് ആ സമയം തൊട്ട് ആദ്യമേ അത് ഇന്നും യുവിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പിള്ളേർ അങ്ങനെയാണ്. അവർ ട്രെയിൻ കൂടെ ആദ്യം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പഠിപ്പിക്കുന്നൊരു കാര്യം ചിട്ടയായ കയറ്റം. എന്നും രാവിലെ ദൈവസന്നിധിയിലിരുന്ന് വചനം ധ്യാനിക്കുക, അതിൽ നിന്ന് ദൈവശബ്ദം കേൾക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അത് തുടർന്ന് പോകുന്നുണ്ട്. സങ്കീർത്തനം തന്നെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ദൈവവചനത്തിൽ സന്തോഷിക്കുവാൻ ഉള്ള ഹൃദയമുള്ളവന് അത് ധ്യാനിക്കും, അവൻ ഭാഗ്യവാൻ. തീർച്ചയായും. ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും സ്തുതി ആരാധന ഇത് ഒരുമിച്ച് ഏകദേശം എത്ര മണിക്കൂർ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുന്നുണ്ട് പാസ്റ്റർ? അങ്ങനെ കൃത്യമായിട്ടൊരു ടൈം നമുക്ക് ഞാൻ സമയം പറയാൻ പറ്റത്തില്ല, സമയം എടുക്കാറില്ല. പക്ഷേ ഒരു ദൈവശബ്ദം കേട്ട് ഓരോ ദിവസവും മുന്നേറുക. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചർച്ചിൽ എന്നും ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട്. റെയ്മാ റെയിൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഞാൻ ഡെയിലി ഡിവോഷണൽ മെസ്സേജ് കിട്ടുന്നുണ്ട്. അതൊരു 4 to 5 minutes മാക്സിമം. അത് നമ്മൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതൊന്ന് പ്രാക്ടീസായി വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവശബ്ദം തിരിച്ചറിയുന്ന ഒരുത്തരെങ്ങും പരാജയപ്പെട്ടു പോകത്തില്ല, അവൻ നിരാശനായി പോകത്തില്ല. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു. അതെ, പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുമെന്ന്. അതെ, ഒരു ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അപ്പൻ്റെ സ്വരം കേൾക്കാതെ പിന്നെ എങ്ങനെ ജീവിക്കും? അതെ. കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ വാക്യം അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ അതെ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പം നമ്മളവൻ്റെ ആടുകളാണ്, നമ്മുടെ മക്കളാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ സ്വരം നമ്മളറിയണം, നമ്മളറിയണം. അതില്ലാതെ ഒരു ആത്മീയ ജീവിതം ഇല്ല. ഇപ്പം നമ്മൾ ഭൗതികമായിരിക്കുന്ന ലോകത്തിലുള്ള ജീവിതത്തിൽ നമ്മുടെ പേരൻസിൻ്റെ സൗണ്ട് നമുക്ക് എവിടെ നിന്നാലും തിരിച്ചറിയാൻ പറ്റും.
ഏത് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും തിരിച്ചറിയാം. ഒരു ഫോൺ കോൾ വന്നാൽ തന്നെ അങ്ങോട്ട് ചോദിക്കണ്ടോ, ഹൂ ആർ യു എന്ന് ചോദിക്കേണ്ട കാര്യം. അപ്പം ഞാനും ഇപ്പം എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഈ നമ്മൾ പ്രാർത്ഥനാ മുറി ഇരിക്കുമ്പോൾ മാത്രമല്ല ദൈവശബ്ദം, നമ്മളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രതികൂലവും ഏത് ഞരക്കവും ഏത് കോലാഹലത്തിൻ്റെ ഇടയിലും ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. പാസ്റ്റർ, ഈ ഉപവാസവും പ്രാർത്ഥനയും അതോട് ബന്ധപ്പെട്ട് എന്താണ് സഭയ്ക്ക് ആത്മീയ വർധനവിന് തീർച്ചയായിട്ടും കാരണമായി? സഭയിൽ നമ്മൾ എല്ലാ മാസത്തിൻ്റെയും ലാസ്റ്റ് വീക്ക് 7 days ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്, കൃത്യമായിട്ട് അത് പോകുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നൈറ്റ് വിജിൽ, അത് നമ്മൾ ചർച്ചിൽ കൊണ്ട്, പക്ഷേ ഈ കുറച്ച് നാളുകൾ കൊണ്ട് നടക്കുന്നില്ല, നമുക്ക് സ്ഥലത്തിൻ്റെ ഒരു പരിമിതികൾ കൊണ്ടാണ് നടക്കാതെ. ഇത് രണ്ടും സഭയുടെ അടിസ്ഥാനത്തെ ശക്തമായിട്ട് നിർത്തുന്നുണ്ട്. മാത്രമല്ല ആൾക്കാരെ നല്ല രീതിയിൽ ആത്മശക്തിയോടെ എഴുന്നേറ്റ് വരാനായിട്ട് നമ്മൾ സഭയിൽ കൊടുക്കുന്ന മെസ്സേജ് ഒരു പരിധിവരെ നിൽക്കത്തുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇവരെ ആത്മീകമായി നമ്മൾ പറയല, നമ്മൾ ദിവസം ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷേ അത് കൂടാതാണ് നമ്മൾ പോയി ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ എക്സസൈസ് എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആത്മീയ ആഹാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്നതായിരിക്കുന്ന ഒരു ബലം, അവർക്ക് വേണ്ടുന്ന ഒരു ശക്തി, സ്പിരിച്വൽ മസിൽസ്, ഇത് കൊടുക്കാൻ പറ്റുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിലും ഈ നൈറ്റ് വിജിലിനകത്തുമാണ്. ഉപവാസ പ്രാർത്ഥന എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലുണ്ട്. അപ്പം ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും അതുപോലെ തന്നെ എന്താണ് ഈ നൈറ്റ് വിജിലും വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നതാണ്. ഈ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഇൻ്റർസീസ് പ്രെയർ ഉണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും അന്ന് ഗസ്റ്റ് പാസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മോൾഡ് ചെയ്യുക എന്നുള്ള ഉടയ്ക്കാനും പണിയാനുമുള്ള സമയമാണ് ഓരോ ആത്മീയ ഉപവാസത്തിൽ നടക്കേണ്ടത്. നമ്മൾ കഴിവതും ഈ എന്താണ് ബാക്കിയുള്ള പ്രൊഫസി അങ്ങനെയുള്ള കാര്യങ്ങളെ അങ്ങ് ഒഴിവാക്കിക്കൊണ്ട് മോൾഡിങ്ങിനുള്ള ടൈമാണ് ഉപവാസത്തെങ്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു കാര്യം. ഉപവാസത്തെക്കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞത്, മനുഷ്യരോട് സംസാരിക്കുന്നത് കുറച്ചിട്ട് ദൈവത്തോട് കൂടുതൽ സംസാരിക്കുകയും മനുഷ്യനിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ സമയം വേർതിരിക്കുകയും ചെയ്യുന്നതാണ് ഉപവാസം. അതെ, തീർച്ചയായിട്ടും. നൈറ്റ് വിജിൽ നമ്മൾ കൂടുതലും ചെയ്യുന്നൊരു കാര്യം, ആരാധിക്കാൻ സ്വാതന്ത്ര്യം. നമുക്ക് ഫ്രൈഡേ മീറ്റിങ്ങിനൊരു പരിമിതികളുണ്ട്, പക്ഷേ നൈറ്റ് വിജിൽ അവിടെ പാസ്റ്റർ എന്നില്ല, ശുശ്രൂഷകനെന്നില്ല, എല്ലാവരും ഫ്രീ ആണ്. അതെത്ര സമയം? അത് നമ്മൾ 9:30 തുടങ്ങി, നമ്മളൊരു ടൈം 1 o'clock എന്നൊക്കെ പറയുമെങ്കിലും ചിലപ്പം അത് മുന്നോട്ട് പോകും. അത് വൺസ് ഇൻ എ മന്ത്. അത് ശക്തമായ ആരാധനയാണ്. അവിടെ വചന ശുശ്രൂഷയ്ക്ക് വലിയ നമ്മൾ സമയം കൊടുക്കാറില്ല, ആരാധനയാണ്. ദൈവിക ദൂതുകൾ അവിടെ ഞാൻ അവർക്ക് കൊടുക്കുന്നൊരു നിർദ്ദേശം, നിങ്ങളുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുക. കൃപാവരങ്ങൾ നൈറ്റ് വിജിൽസിനാണ് ആൾക്കാരിൽ കൃപാവരങ്ങൾ പുതുതായിട്ട് വരുന്നതും അടുത്ത കൃപാവരങ്ങളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആത്മീയ തലത്തിലേക്ക് ഷിഫ്റ്റിങ് നടക്കുന്നത് നൈറ്റ് വിജിലിലാണ്. കാരണം അവിടെ ആരും കൺട്രോൾ ചെയ്യാനായിട്ടില്ല. എന്തെങ്കിലും ഒരു അനോയിൻറ്റിങ് ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം ദൈവനിയോഗം ശക്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ പാസ്റ്ററാണെങ്കിലും വിശ്വാസികളാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാണ്. അത് പലപ്പോഴും ചില പാട്ടുകളിൽ നമ്മൾ തുടങ്ങുമെങ്കിലും പിന്നെ പാട്ടുകളൊന്നുമില്ല, അന്യഭാഷയിൽ സ്തുതിക്കുക എന്നുള്ള അതൊരു ശക്തമായ. കാരണം ഇതൊക്കെ ഞാൻ അവിടുന്ന് കിട്ടിയതാണേ ആ ഒരു യൗവനകാലത്ത്. കാരണം എനിക്കറിയാം എന്നെ ഇന്ന് ഈ തീക്ക പോലെ നിർത്തിയേക്കുന്നതിൻ്റെ ഈ കഷ്ണം എവിടുന്നാ കിട്ടിയെന്നുള്ള കനൽ എവിടുന്നാ കിട്ടിയെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട്. ഈ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളും അതിൻ്റെ പ്രതികൂലങ്ങളും അതിനെ കർത്താവിൻ്റെ കൃപയാൽ തരണം ചെയ്യേണ്ട. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും എൻ്റെ ജീവിതത്തിലുണ്ടായി. പക്ഷേ ഈ പറഞ്ഞല്ലോ, ഈ
എന്താണ് ഈ മർത്തോമാ സഭ വിട്ട് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ചെറുതായ എതിർപ്പുകൾ നമുക്ക് സമൂഹത്തിൻ്റെ മധ്യേ നമുക്ക് പലരെ ആൻസർ ചെയ്യേണ്ടി വന്നു. പിന്നെ അതുപോലെ തന്നെ വീട്ടിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഒറ്റ മകനാണ്. ഓക്കെ, അപ്പം ഫാദർ ഇച്ചിരി നല്ല സ്ട്രിക്റ്റാണ്. പക്ഷേ ഞാൻ അവിടെ എല്ലാം ഞാൻ പറഞ്ഞു എടുത്ത വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നമ്മൾ വലിയൊരു പ്രതികരണത്തിലേക്ക് ഞാൻ എങ്ങും പോയില്ല. കർത്താവ് തന്നെ അതിനുള്ള മറുപടികൾ. അതെ, ഇപ്പം നമുക്ക് നേരെ വരുന്ന വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാൻ ഞാൻ നിന്നില്ല. അത് ദൈവമായിട്ടങ്ങ് ചെയ്യട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ വിചാരിച്ചു. കാരണം നമുക്ക് മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ദൈവമായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് അത് ദൈവം അത് ചെയ്തു. രണ്ടാമത്തെ ഒരു വിഷയം, ഈ നമുക്കറിയാം, ഇപ്പം ബ്രദറിന് അറിയാവുന്നതുപോലെ ഒരു ഡേ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത് പലതരത്തിലുള്ളതായിരിക്കുന്ന ആൾക്കാരാണ്, പലതരത്തിലുള്ള വിഷയങ്ങളാണ്. അപ്പം അതിൻ്റെ അകത്ത് ദൈവകൃപയാൽ ഒരു ക്ലാഷൊന്നും ഇല്ലാതെ ഇന്ന് വരെ സഭയെ കൊണ്ടുപോകാനായിട്ട് ദൈവം ജ്ഞാനത്തോടെ നിർത്തി. അത് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാരണം അത് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ വിശ്വാസികൾ നിൽക്കാൻ ദൈവം അവരുടെ ഹൃദയത്തെയും ഒരുക്കി എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും എൻ്റെ കഴിവ് എൻ്റെ മിടുക്കുമെന്ന് ഒരിക്കലും പറയത്തില്ല. അവരെന്നെ മനസ്സിലാക്കി ദൈവം അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടിനൊത്തവണ്ണം എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് വരെ ദൈവം ഒരു ക്ലാഷോ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടായൊരു മാറ്റം, പെട്ടെന്ന് നമുക്കൊരു ഇങ്ങനൊരു ചേഞ്ച് ഈ ഇപ്പം രഹബോത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ നിൽക്കും എന്നുള്ളൊരു വന്നപ്പം, പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞല്ലോ, വാക്കുകൾ കൊണ്ട് നമ്മൾ അധികമൊന്നും സംസാരിച്ചില്ല. ദൈവസന്നിധിയിലിരുന്നു. ദൈവമേ, നീ എന്താ പറയുന്നത്? അല്ല, അബ്രഹാമിനെ ശരിക്കും എന്നെ ഈ ദിവസങ്ങളിൽ ഈ സഭയുള്ള ബന്ധം ദൈവം എന്നെ കാണിച്ച രണ്ട് വ്യക്തികളാണ്. ഒന്ന് അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം നേരത്തെ ഡീറ്റെയിലും ചാർട്ടും കൊടുത്തിട്ടല്ല കാണിപ്പാനിരിക്കുന്നത്. എന്നോട് ദൈവം അത് തന്നെ പറഞ്ഞു, എടാ നാളെ എന്താ ചെയ്യേണ്ടതെന്ന് ഇന്ന് ഞാൻ പറയും, അതങ്ങ് ചെയ്യാം. രണ്ടാമത് എന്നെ കൊണ്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത്തെ ബാബിലോണിൻ്റെ അടിമത്വത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് കോരേശിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ജാതീയ രാജാവായ കോരേശിനെ എഴുന്നേൽപ്പിച്ചു. കോരേശിനോടത്ത് പറഞ്ഞു, നീ എന്നെ അറിയാതിരുന്നിട്ട് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, ഞാൻ നിൻ്റെ അരകെട്ടി, ഞാൻ നിന്നെ ബലപ്പെടുത്തി, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചു. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നടക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ വാതിലുകൾ തുറക്കും. ദൈവം എന്നോടും പറഞ്ഞൊരു കാര്യം അതാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ നടക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ പ്രതിസന്ധികൾ വരത്തില്ല. അത് ഇപ്പോഴും ഈവൻ ഇന്ന് പോലും ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യാണ്. കാരണം ഇന്നലകളിൽ പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ച പലതും നടക്കാഞ്ഞത് ഇന്ന് ദൈവം ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുക. ഇന്റർവ്യൂവിന്റെ ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഞാനാണെങ്കിലും ഈ TV ചാനലിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതെ, ഞാൻ പാസ്റ്ററിനോട് ചോദിച്ചപ്പോഴും പാസ്റ്ററും പറഞ്ഞു, ഞാനും ബ്രദറിനോട് ചോദിച്ചു, എന്നെ എങ്ങനെ അറിഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെപ്പറ്റി അറിഞ്ഞു. ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്. തീർച്ചയായും ദൈവത്തിൻ്റെ ടൈം ആകുമ്പോൾ ദൈവം നമ്മളെ അത് എഴുന്നേൽക്കും. കണക്ഷൻസ് തരും. ഈ റഹബോത്ത് എന്നുള്ള പേര് കൊടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? ഓക്കെ, റഹബോത്ത് എന്നുള്ള പേര് ഇപ്പം ഇങ്ങനെ ഒരു മിനിസ്റ്റർ വന്നപ്പോൾ സമയത്ത് എൻ്റെ മുന്നിൽ ഇതായിരുന്നു, എന്ത് പേര് കൊടുക്കും എന്നുള്ളൊരു കാര്യം. അപ്പം ദൈവം എനിക്കൊരു ജ്ഞാനത്തോടൊരു ആലോചന തന്നു. ഓക്കെ, നീ കുറച്ച് പേരുകൾ കളക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ ബഹ്റിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ളതായിരിക്കുന്ന അഭിഷിക്തന്മാർ, ഉപവാസത്തോടിരിക്കുന്ന അഭിഷിക്തന്മാരിൽ നിന്ന് പേരുകൾ കളക്ട് ചെയ്തു. എനിക്ക് 6-7 പേര് തന്നു, 3 പേര് വെച്ച് തന്നു. അതിൽ 5 പേര് തന്ന പേരാണ് രഹബോത്ത്. ഒരുപോലെ തന്ന പേരാണ് രഹബോത്ത്. എന്നിട്ട് ഈ പേര് തന്നിട്ട് ഞങ്ങൾ ചർച്ച് എൽഡേഴ്സ് എല്ലാവരോടും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇവരുടെ അടുത്ത് ഈ ഹിസ്റ്ററി ഒന്നും പറഞ്ഞില്ല. അതിന് മുമ്പൊരു പേരപ്പം ഇല്ല? അല്ല, പേരുകൾ വേറെ ഉണ്ട്. അല്ല, ഇതിനു മുമ്പ് ആ സഭയ്ക്ക്
അല്ല, ഞാൻ പറഞ്ഞില്ല, ജെ മിനിസ്ട്രി ആയിരുന്നു. അതിന് ശേഷം ജെ മിനിസ്ട്രി ആയിരുന്നു. അവിടുന്ന് ജോസ് പാസ്റ്റർ ഇവിടുന്ന് പോയപ്പോൾ ഈ മലയാളം കോൺഗ്രിഗേഷനും വേറൊരു ഓപ്ഷൻ ഇല്ലാതെ വന്നു. അപ്പം ജോസ് പാസ്റ്റർ പെർമിഷനോട് കൂടിയാണ് നമ്മൾ മാറുന്നത്. അപ്പം മിച്ച് പാസ്റ്റർ നമ്മളെ പ്രാർത്ഥിച്ചിട്ട് ആണ് ഇങ്ങോട്ട് ഇത് ചെയ്തു. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പം ഇങ്ങനെ വന്നു. അപ്പം ഞാൻ എൻ്റെ എൽഡേഴ്സിനോടത്തും പറഞ്ഞില്ല ഇത് ഇങ്ങനെയൊക്കെ കിട്ടിയ പേരുകളാണ്. അവസാനം അവരും പ്രാർത്ഥിച്ചിട്ട് തന്ന പേര് റഹബോത്ത് എന്നാണ്. അപ്പം ഞാൻ അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ ബൈബിളിൽ നോക്കി. ഇസഹാക്കിന് ദൈവം കൊടുത്തതായിരിക്കുന്ന സ്ഥലം, നീ ദേശത്ത് വർദ്ധിക്കും, ഈ ദേശത്ത് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും എന്നുള്ള, അതാണ് ചർച്ചിൻ്റെ പേര്. പക്ഷേ ഈ ചർച്ചിനെ കുറിച്ച് ഇതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആലോചന, ഇതൊരു മിനിസ്ട്രി ആയിട്ടാണ്. ഈ മിനിസ്ട്രിയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് സുവിശേഷകരെ അയക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അയക്കുക. അങ്ങനെയാണ് ക്രൈസ്റ്റ് അംബാസഡേഴ്സ് മിനിസ്ട്രി എന്നിട്ടത്. ക്രൈസ്റ്റ് അംബാസഡേഴ്സ് മിനിസ്ട്രീസ് റഹബോത്ത് റിവൈവൽ ചർച്ച്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നത്. അവസാനമായി പാസ്റ്ററിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, വിശ്വാസത്തിലേക്ക് പുതുതായി കടന്നു വന്നവരും വളരെ വർഷങ്ങളായി വിശ്വാസത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പാസ്റ്ററിൻ്റെ ഒരു നിർദ്ദേശവും ആലോചനയും എന്താണ്? എൻ്റെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഏത് സഭയിൽ പോയാലും, ഏത് കൂട്ടായ്മയിലായിരുന്നാലും, ഏത് ദൈവദാസൻ്റെ കൂടെ ആയിരുന്നാലും, നിങ്ങൾ സ്വന്തമായി ദൈവശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ഞാനൊരു ദൈവമകനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പൻ്റെ സ്വരം അറിയാതെ, അപ്പൻ്റെ ശബ്ദം കേൾക്കാതെ ഒരു മകന് ജീവിക്കാൻ പറ്റത്തില്ല. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കൾ. അവിടെ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്ന വേർഡിന് അതിൻ്റെ ഗ്രീക്ക് മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം എ മെച്യൂർഡ് പേഴ്സൺ എന്നാണ്. മെച്യൂർഡ് പേഴ്സൺ. അപ്പം ഒരു വിശ്വാസിയായിരിക്കുന്നു, പുതുതായിട്ട് വന്നതായിക്കൊള്ളട്ടെ, നിങ്ങൾ കുറേ നാളുകളായിട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിന് എൻ്റെ അപ്പൻ്റെ സ്വരം കേൾക്കുന്ന വ്യക്തിയാണോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല. നിങ്ങളത് ലഭിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കാൻ പാസ്റ്റർമാരുടെ സഹായം നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ പല പ്രവാചകന്മാരുടെ പുറകെ പോകും. പക്ഷേ ദൈവം നമുക്ക് ആ പ്രിവിലേജ് തന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ പറഞ്ഞതുപോലെ, നിങ്ങളെ ആരും ഉപദേശിച്ച് നടത്തേണ്ട ആവശ്യമില്ല, നിങ്ങളുള്ള അഭിഷേകം മതി നിങ്ങളെ നടത്തുവാനായിട്ട്. അപ്പം നിശ്ചയമായിട്ടും ആ ദൈവശബ്ദത്തെ തിരിച്ചറിഞ്ഞ അഭിഷേകത്തിൽ നിയോഗിച്ചാൽ ഏത് പ്രതിസന്ധിയിലും, ഏത് കോലാഹലത്തിൻ്റെ നടുവിലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് സാധിക്കും. അത് പുതിയ വിശ്വാസികളാണെങ്കിലും പഴയ വിശ്വാസികളാണെങ്കിലും നിശ്ചയമായിട്ടും എനിക്ക് നൽകാനായിട്ടുള്ള എളിയ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ എനിക്ക് നൽകാനായിട്ടുള്ള ഒരു അഡ്വൈസ് അതാണ്. ആമേൻ. താങ്ക് യു. ആസാറി TV ബഹ്റൈനിൽ ദി ഗോഡ് സെർവൻ്റ് എന്ന പ്രോഗ്രാമിൽ നമുക്ക് ലഭിച്ച ഈ നല്ലൊരു അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോൺസൺ പാസ്റ്റർ ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യവും ശുശ്രൂഷ മേഖലയിലുള്ള അനുഭവങ്ങളുമൊക്കെയും പങ്കുവെക്കുവാൻ കർത്താവ് സഹായിച്ചു. അവസാനമായി അദ്ദേഹം ശ്രോതാക്കളോട്, ഇത് കാണുന്നവരോടും കേൾക്കുന്നവരോടും അറിയിക്കുന്നത്, എല്ലാറ്റിലുപരിയായി പിതാവിൻ്റെ ശബ്ദം മകനും മകളും കേൾക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ദൈവശബ്ദം കേൾക്കുന്ന
പ്രാർത്ഥനയിലും ദൈവജന ധ്യാനത്തിലും ആരാധനയും നൈറ്റ് വിജിലിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ, കൃപാവരങ്ങൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണല്ലോ. ആത്മാവിൻ്റെ വരങ്ങളും ആത്മാവിൻ്റെ ഫലവുമുള്ളവരായി നമ്മൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. അതിന് എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ വിടവാങ്ങുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.